ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോ ദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കെവിൻ ശാരികയെ കണ്ട് സംസാരിക്കുന്നു. നന്ദൻ്റെ മിസ്സിങ്ങിന് പിന്നിൽ തനിക്കോ ഇസബെല്ലയ്ക്കോ യാതൊരു പങ്കുമില്ല എന്ന് തന്നെയാണ് കെവിൻ വ്യക്തമാക്കുന്നത്. ചന്ദ്രോത്ത് വീട്ടുകാർ തന്നെയാണ് ഇതിന് പിന്നിൽ. പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരനായ സിദ്ധുവിന് പല അടവുകളും അറിയാമെന്നെല്ലാം കെവിൻ പറയുന്നുണ്ടെങ്കിലും ചന്ദ്രോത്ത് വീട്ടുകാർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ചേച്ചി തന്നോട് ഒന്നും മറച്ചു വെക്കില്ല എന്ന് ശാരികയും പറയുന്നു. പക്ഷേ സംസാരത്തിനിടയിൽ ഋഷിയുടെ കാര്യം പറഞ്ഞ് കെവിന് ചെറിയൊരു അബദ്ധം പറ്റുന്നുണ്ട്. ഋഷിയുടെ കാര്യം ആകെ കഷ്ടത്തിലായി എന്ന് കെവിൻ പറയുമ്പോൾ അയാൾ മരിച്ചു പോയില്ലേ പിന്നെന്തായെന്ന് ശാരിക ചോദിക്കുമ്പോൾ തന്ത്രപൂർവ്വം കെവിൻ അവിടെ നിന്ന് തടിയൂരുന്നുണ്ടെങ്കിലും ശാരികയ്ക്ക് ചെറിയൊരു സംശയം ബാക്കിയാവുന്നു. ഇതേ സമയം അരുന്ധതി ഫോണിൽ വിളിച്ച് ഇസബെല്ലയെ ഭീഷണിപ്പെടുത്തുന്നു. എല്ലാ കുറ്റങ്ങളും തൻ്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ നോക്കണ്ടെന്നാണ് അരുന്ധതി പറയുന്നത്. മര്യാദയ്ക്ക് പറഞ്ഞു, എൻ്റെ മോനെ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് അരുന്ധതി ചോദിക്കുമ്പോൾ മാഡം വെറുതെ ചൂടാവണ്ട, ഞങ്ങൾക്കിതിൽ യാതൊരു പങ്കുമില്ല. മാഡത്തിന് സംശയമുണ്ടെങ്കിൽ പോയി കേസ് കൊടുക്കുക എന്ന് ഇസബെല്ല പറയുമ്പോൾ കേസ് കൊടുക്കാനൊന്നും നീ പറയണ്ട, എന്നെ ഇപ്പോൾ SP ഓഫീസിൽ നിന്നും വിളിപ്പിച്ചിട്ടുണ്ട്. SP ഓഫീസിൽ നിന്നും വിളിച്ച കാര്യം കേൾക്കുന്നതോടെ ഇസബെല്ലയുടെ ഉള്ളിൽ ചെറിയൊരു ഭയം നിഴലിക്കുന്നുണ്ട്. കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണെന്ന് ഇസബെല്ലയ്ക്ക് മനസ്സിലാകുന്നു. പിന്നീട് ശാരിക ദേവികയോട് ചെന്ന് കാര്യങ്ങളൊക്കെ പറയുന്നു. കെവിനും ഇസബെല്ലയുമല്ല ഇതിന് പിന്നിൽ എന്ന് തന്നെ ശാരിക ഉറപ്പിച്ചു പറയുകയാണ് ചെയ്യുന്നത്. തങ്ങളുടെ പ്ലാനിങ് അറിഞ്ഞ് ഇസബെല്ല മുന്നേ കളിക്കുകയാണോ എന്ന് ദേവിക സംശയിക്കുമ്പോൾ എന്നാൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഉറവിടത്തിൽ നിന്നാണ് തനിക്ക് വിവരങ്ങൾ കിട്ടിയതെന്ന് ശാരിക വ്യക്തമാക്കുന്നുണ്ട്. ഇരുവരും തമ്മിൽ പഴിചാരാതെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന നാലാമതൊരാൾ കളത്തിലുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് ശാരിക പറയുമ്പോൾ ദേവിയേക്കും ആകെ ഭയമാവുന്നുണ്ട്. ഇതേ സമയം തന്നെയാണ് കെവിൻ ഇസബെല്ലയോടും തൻ്റെ സംശയങ്ങൾ പങ്കുവയ്ക്കുന്നത്. നമുക്കും അരുന്ധതി മേഡത്തിനും ചന്ദ്രോത്ത് വീട്ടുകാർക്കും ഒക്കെ പുറമേ നന്ദനെയും ഋഷിയെയും വെച്ച് കളിക്കുന്ന ഒരു നാലാമൻ ഉണ്ടെന്നുള്ളൊരു ചിന്ത അവരെയും വേട്ടയാടുന്നു. പിന്നീട് നന്ദൻ്റെ റൂമിലിരുന്ന് പൊട്ടിക്കരയുന്ന പ്രഭാവതിയെ ദേവിക ആശ്വസിപ്പിക്കാൻ നോക്കുമ്പോഴാണ് രജനി അങ്ങോട്ട് വരുന്നത്. പതിവ് പോലെ രജനി ദേവികയ്ക്ക് നേരെ തട്ടിക്കയറുന്നു. എൻ്റെ അനിയനെ കുരുതി കൊടുത്തത് പോരാഞ്ഞിട്ടാണോ എൻ്റെ അമ്മയെയും വിഷമിപ്പിക്കുന്നത്? നീ MLA ആണെന്ന് കരുതി എൻ്റെ അടുത്ത് കളി വേണ്ട. എവിടെയാണ് എൻ്റെ അനിയനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയെ തല്ലാനായിട്ട് കയ്യോങ്ങുമ്പോൾ പ്രഭാവതി തടയുന്നുണ്ട്. വലിയൊരു വഴക്കിനൊടുവിൽ താൻ എല്ലാം സഹിക്കാൻ പഠിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ദേവിക അവിടെ നിന്നും കണ്ണീരോടെ പോകുന്നു. പിന്നീട് നന്ദനെ പാർപ്പിച്ചിരിക്കുന്ന രഹസ്യ കേന്ദ്രത്തിലേക്ക് ആ നാലാമൻ എത്താണ്. ഗുണ്ടകൾ വഴിമാറി നിൽക്കുമ്പോൾ കെട്ടിവെച്ച വേഷങ്ങളെല്ലാം അഴിച്ച് ആ വില്ലൻ നന്ദൻ്റെ മുന്നിലേക്ക് വരുന്നു. അത് മറ്റാരുമല്ല, പ്രകാശ് മേനോനായിരുന്നു ആ മുഖം മൂടിക്ക് മുന്നിൽ. ഇതിനിടയിൽ നിന്നും കളിച്ചിരിക്കുന്നത്, അതായത് എസ്തപ്പാൻ്റെ വീട്ടിലേക്ക് അയച്ച് ആ ഒരു ഭ്രാന്തനായിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് ഇതിനെല്ലാം പുറകിൽ കാണിച്ചിരിക്കുന്നത്. കാരണം അയാളാണ് എസ്തപ്പാൻ്റെ വീട്ടിൽ ഉണ്ട് എന്നുള്ളൊരു വിവരം വ്യക്തമായിട്ട് ഈ പ്രകാശ് മേനോനെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അയാളെയും അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ശത്രുവിൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് കണ്ട് നന്ദൻ ആകെ ഞെട്ടിത്തിരിച്ച് നിൽക്കുന്നുണ്ട്. എസ്തപ്പാൻ ചേട്ടൻ്റെ വീട്ടിൽ നിന്നും ഗുണ്ടകളെ വിട്ട് തന്നെ തട്ടിക്കൊണ്ടുവന്നത് പ്രകാശ് മേനോനായിരിക്കും എന്നുള്ള കാര്യം ഒരിക്കൽ പോലും നന്ദൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രകാശ് മേനോനെ അവിടെ കണ്ട് ആകെ ഞെട്ടിത്തിരിച്ച് പോവുകയാണ് കേട്ടോ നന്ദൻ. തുടർന്ന് പ്രകാശ് മേനോനാണെങ്കിൽ താൻ ജയിലിൽ നിന്നും പരോളിലാണ് ഇറങ്ങിയത് എന്നും ചന്ദ്രോത്തുകാരെ ഒന്നടങ്കം തകർക്കുക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യമെന്നും അതിനു വേണ്ടിയിട്ടാണ് നന്ദനെ തട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നതോടുകൂടി നന്ദൻ വീണ്ടും ആകെ വല്ലാതാവുന്നുണ്ട്. ഇത്രയും കാലം ഋഷിയെ താൻ കൊന്നു എന്ന് കരുതി പേടിച്ച് ഒളിവിൽ കഴിയരുത്. അപ്പോൾ ആ ഒരു കാര്യം തന്നെ ഇത്രയും കാലം വേട്ടയാടിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ മറ്റൊരു ശത്രു കൂടി തനിക്ക് മുന്നിൽ അവതരിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യം നന്ദനെ കുറച്ചൊന്നും അല്ല അലട്ടുന്നത്. ഇതേസമയം DYSP ഐസക് ആണെങ്കിലും നന്ദനെ കണ്ടുപിടിക്കാനുള്ള ഈ ഒരു അന്വേഷണം കൃത്യമായിട്ട് തന്നെ നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു. ഇനി യാതൊരു ഉഴപ്പലും ഇതിലുണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ തൻ്റെ തൊപ്പി തന്നെ തെറിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് SP സ്ട്രിക്റ്റായിട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നന്ദനെ കണ്ടെത്തണം എന്ന് തന്നെ തീരുമാനിച്ചുറപ്പിക്കുന്നു. അതിനു വേണ്ടിയിട്ട് നന്ദനോട് ശത്രുതയുള്ള, അതായത് ചന്ദ്രോത്ത് വീട്ടുകാരോട് ശത്രുതയുള്ള അവരുടെയൊക്കെ ഒരു ലിസ്റ്റ് എടുക്കുന്നുണ്ട്. ഇതിനു മുൻപ് അവരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഒരു പുനരന്വേഷണം ഐസക് നടത്താനായിട്ട് തീരുമാനിക്കുന്നു. ഐസക് എന്ന് പറയുന്നത് ശരിക്കും മിടുക്കനായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥൻ തന്നെയാണ്. ഇത്രയും കാലം ഇസബെല്ലയുടെ വാക്ക് കേട്ടിട്ടാണ് ദേവിക കൊടുത്തിരുന്ന ഓരോ കാര്യങ്ങളിലും അയാൾ ഉഴപ്പിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം സീരിയസ് ആയിട്ട് തന്നെ അന്വേഷിക്കാൻ ഐസക് തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ പ്രകാശ് മേനോൻ, അവരോട് മീരയുടെ കൊലയാളിയായ പ്രകാശ് മേനോൻ ജയിലിൽ നിന്നും പരോളിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനായിട്ട് DYSP ഐസക്കിന് കഴിയുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ പ്രകാശ് മേനോൻ ഇപ്പോൾ എവിടെയാണെന്നും പരോളിൽ ഇറങ്ങിയിട്ട് അയാൾ എവിടേക്ക് പോയി, ഇനി ചന്ദ്രോത്തുകാരിലുള്ള പക തീർക്കാൻ അയാൾ തന്നെയാണോ ഇതിന് പിന്നിൽ കളിച്ചിരിക്കുന്നത് എന്നുള്ളൊരു സംശയവും ഐസക്കിന് ഉണ്ടാവുന്നുണ്ട്. മാത്രമല്ല ഐസക്ക് ഇപ്പോൾ ഈ ഒരു അന്വേഷണം സീരിയസ് ആയിട്ട് എടുക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം ഇസബെല്ലയ്ക്ക് നന്ദനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇസബെല്ല വെറുതെ നോക്കിയിരിക്കില്ല. അവൾ ശരിക്കും മാനസിക നില തെറ്റിയ ഒരു അവസ്ഥയിലേക്കാവും. അതുകൊണ്ട് തന്നെ ഇസബെല്ലയ്ക്ക് വേണ്ടി നന്ദനെ കണ്ടുപിടിച്ച് തീരൂ എന്നുള്ള ഒരു തീരുമാനവും ഐസക്കിൻ്റെ മനസ്സിലുണ്ട്. ഇതിനകം നന്ദനാണെങ്കിലും ഒരു ഉറച്ച തീരുമാനം തന്നെ എടുക്കുന്നുണ്ട്. അതായത് ഇനിയിപ്പോൾ പ്രകാശ് മേനോൻ്റെ എന്നല്ല ആരുടെയും കളിപ്പാവയാകാനായിട്ട് തനിക്ക് നിന്നു കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ തോറ്റു കൊടുക്കാൻ മനസ്സില്ല എന്ന് തന്നെ നന്ദൻ തീരുമാനിച്ചുറപ്പിക്കുന്നു. അവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വീട്ടിലെത്തണം, ദേവികയുമായിട്ട് പുതിയൊരു ജീവിതം തുടങ്ങണം എന്നൊക്കെ തന്നെയാണ് നന്ദൻ്റെ മനസ്സിലുള്ളത്. അതായത് ദേവികയുടെ ആ സാമീപ്യം തനിക്ക് എത്രത്തോളം വലുതാണെന്നുള്ള കാര്യം ഈ ഒരു കാലയളവിൽ തന്നെ നന്ദൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം, ഇനിയിപ്പോൾ പേടിച്ച് മിണ്ടാതെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് തന്നെ നന്ദൻ തീരുമാനിക്കുന്നു. അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു അവസരത്തിന് വേണ്ടി തന്നെ നന്ദൻ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ പ്രകാശ് മേനോനെന്നല്ല ആർക്കും നന്ദനെ കീഴ്പ്പെടുത്താനായിട്ട് കഴിയുന്നില്ല. നന്ദൻ അവിടെ നിന്നും രക്ഷപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകൾക്കായിട്ട്. ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്